പഹൽഗാം ഭീകരാക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ പാർലമെൻറ്റ് അറ്റാക്ക് നടന്നു, ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയ്ക്ക് എതിരെ അറ്റാക്ക് നടക്കുന്നു, പിന്നെ പുൽവാമയിൽ 2019 ആക്രമണം നടക്കുന്നു, അതിനു മുമ്പ് ഉറിയിൽ സൈനിക കേന്ദ്രം പാകിസ്ഥാൻ ആക്രമിക്കുന്നു, മുംബൈ ഭീകരാക്രമണം 2008 ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അപ്പോൾ ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഈ ആക്രമണങ്ങളും ജയ്ഷെ മുഹമ്മദ് നടത്തിയ പാർലമെൻറ്റ് അറ്റാക്ക് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും പുൽവാമ ഉൾപ്പെടെയുള്ള ജയ്ഷെ മുഹമ്മദിൻ്റെ ആക്രമണങ്ങളും എല്ലാം തന്നെ എണ്ണി പറയുകയും അതിന് ഇന്ത്യക്ക് ലഭ്യമാകുന്ന തെളിവുകൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമിയും തീവ്രവാദ വിഭാഗവും തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു പുക്കിൽ കൂടി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും 2-3 കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് സംഭവിച്ചു. ഒന്ന്, കൊടും ഭീകരൻ മൗലാന മസൂദ് അസർ, ജയ്ഷെ മുഹമ്മദിൻ്റെ ഫൗണ്ടർ തലവൻ, ഇയാളുടെ റിലേറ്റീവ്സായ 14 പേരാണ്, അവരും ഭീകര സംഘടനയിലെ അംഗങ്ങൾ കൂടിയാണ്, അവർ മരിച്ചു. അവർക്കെല്ലാം 1 കോടി പാകിസ്ഥാൻ രൂപ വീതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യക്തമായ തീവ്രവാദ ബന്ധത്തിന് തെളിവാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺസ് ദി പീപ്പിൾ, ഇല്ലേ, അവർ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുകയാണ്. അപ്പം തീവ്രവാദികളെ നേരിടണമെന്ന് ഒരു വഴി പറയുകയും നിരോധിക്കപ്പെട്ട സംഘടനയിലെ അംഗങ്ങളെ ഉൾപ്പെടെ 1 കോടി രൂപ വെച്ച് നൽകി സഹായിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ ഇരട്ടത്താപ്പാണ്.